ഹലോ ഗൈസ്, നമസ്കാരം. സന്തോഷമാണ്. നമ്മളിന്നലെ നമ്മുടെ ചാച്ചൻ്റെ അനിയൻ്റെ കെട്ടളവെപ്പിന് പോയതായിരുന്നു കേട്ടോ. ഇത് കൊട്ടിയൂർ ചപ്പമലയാണ് കേട്ടോ. അതായത് നീണ്ടുനോക്കി എന്ന് പറയുന്ന, കണ്ണൂർ ജില്ലയിൽ നീണ്ടുനോക്കി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമ്മുടെ വയനാട് സൈഡിലേക്കുള്ള ഏരിയയിൽ, വയനാട് എന്ന് പറഞ്ഞാൽ പേരിയ 37 വഴിയുള്ള റോട്ടിൽ ഒരു 3 കിലോമീറ്റർ ദൂരെയാണ് കേട്ടോ ഈ സ്ഥലമുള്ളത്. അടിപൊളിയാണ്. അപ്പോൾ കെട്ടളവെപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് ഇതാണ് പഴയ രീതിയിൽ നമ്മൾ പണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ബഫേ മോഡലിലാണ് നമ്മൾ അവിടെ ഫുഡ് അറേഞ്ച് ചെയ്തത്. അതായത് നമ്മുടെ എല്ലാവരും ഉണ്ട്. അതാണ് എല്ലാം എൻ്റെ റിലേറ്റീവ്സാണ്. ഇത് കൊച്ചച്ഛൻ്റെ വൈഫാണ് ആ പോകുന്നത്. ഇത് കൊച്ചച്ഛൻ്റെ വൈഫിൻ്റെ റിലേറ്റീവ്സ്, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് അമ്മാവൻ്റെ മോന് സുരേഷ് ഭായ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, നമ്മുടെ എല്ലാവരും ഉണ്ട്. ബൈക്കിൻ്റെ മേലയിൽ നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ട് അപ്പുറത്ത് കോഴിക്കറിയൊക്കെ വിളമ്പുക കേട്ടോ. അപ്പോൾ ഇത് കാണുന്നതാണ് അച്ഛൻ്റെ അനിയൻ. അത് കൊച്ചച്ഛൻ്റെ ബാക്കിൽ കാണുന്ന പ്രായമുള്ള ആൾ കൊച്ചച്ഛൻ്റെ അമ്മാച്ചനാണ്. നമ്മുടെ ഇതിൽ പറഞ്ഞാൽ വൈഫിൻ്റെ അച്ഛൻ. ഇത് അമ്മാവൻ്റെ മകനാണ്. അത് ആ ചിക്കൻ വിളമ്പുന്നത് അമ്മാവൻ്റെ മകനാണ്. അതാണ് ആ കൊച്ചച്ഛൻ്റെ അച്ചാർ വിളമ്പിയ ആളാണ് കൊച്ചച്ഛൻ്റെ അമ്മാച്ചൻ. ശൈലമ്മ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വർത്താനമൊക്കെ പറയുന്നുണ്ട്. കൊച്ചച്ഛൻ്റെ വൈഫാണ് കേട്ടോ. അതെ, ഈ ഇരിക്കുന്നതാണ് എൻ്റെ അച്ഛൻ്റെ വേറൊരു അനിയൻ. അച്ഛൻ്റെ അനിയനാണ് വിജയൻ കൊച്ചച്ഛൻ. ദൂരെ കാണുന്നതാണ് നമ്മുടെ കുറ്റ്യാടിയിലുള്ള കൊച്ചച്ഛൻ്റെ ഇളയ കൊച്ചച്ഛൻ്റെ വൈഫ് ഉഷക്കുഞ്ഞിമ്മ. അപ്പോൾ എല്ലാവരും കൂടി ഇത് ഒരു എന്താ പറയുക, കട്ടളവെപ്പ് എന്നതിലപ്പുറം ഈ കൊച്ചച്ഛൻ്റെ കേട്ടോ കട്ടളവെപ്പ്, ഈ കാണുന്ന കൊച്ചച്ഛൻ്റെ. അപ്പോൾ കട്ടളവെപ്പ് എന്നതിലപ്പുറം ഭയങ്കര എന്താ പറയുക, എല്ലാവരും കുറച്ച് സൗഹൃദപരമായി എല്ലാവരും ഒരു വേദിയിൽ ഒന്നിച്ചു. ഒരുപാട് സന്തോഷം. എല്ലാവരും ചിരിക്കുകയും കളിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് അങ്ങനെ കുറച്ച് ആൾക്കാർ മാറി ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ മണ്ഡലം പ്രസിഡൻറ്റ് രാജപ്പൻ. രായപ്പൂ രായപ്പൻ നല്ല ചിരിയൊക്കെ പറഞ്ഞു. രായപ്പനെ കണ്ടപാടെ ഞാൻ മണ്ഡലം പ്രസിഡൻ്റ് എന്നാണ് വിളിച്ചത് കേട്ടോ. മൂപ്പര് രാഷ്ട്രീയത്തിലൊക്കെ സജീവമായി ഉഷാറായി വരുന്ന യുവ തലമുറയിലേക്ക് വേണ്ടപ്പെട്ട ആളാണ്. എന്തായാലും നടക്കട്ടെ. അപ്പം നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ എല്ലാ സ്ഥലത്തും ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ അവിടെ നിന്ന് മാറി നിൽക്കുന്ന ചില കൂട്ടരുണ്ടാവുമല്ലോ, അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഗൈസ്. പയ്യെ ഞാൻ ചെന്നപ്പോഴത്തേനും ഒരു ഗ്ലാസും വെള്ളമെല്ലാം മാറ്റിയ ലക്ഷണമുണ്ട്. എന്തായാലും ഞാൻ പയ്യെ ഒന്ന് പോയി നോക്കി ഗൈസ്. എന്താ അവിടെ കാണിക്കുന്നത്? അപ്പോൾ ഇവർ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പയ്യെ ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള നോട്ടമൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ അപ്പുകുട്ടൻ എൻ്റെ സുഹൃത്താണ് കേട്ടോ. ആ നിലത്ത് ഇരുന്ന് കഴിക്കുന്നത് അപ്പുകുട്ടൻ, എൻ്റെ ജോസ് കുട്ടിച്ചേട്ടനുണ്ട്. അങ്ങനെ എല്ലാവരും പഴയ കാലത്തെ എൻ്റെ ഓർമ്മകൾ. ഞാൻ പൂർണ്ണമായിട്ടും താമസിച്ചിരുന്ന ഒരു സ്ഥലം ഈ കൊട്ടിയൂരായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ വയനാട്ടിലേക്ക് പോയത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ നടുഭാഗത്തുള്ള ഒരു അനിയനുണ്ട്. മൂപ്പര് ആ മൂലക്കോട്ട് മാറി ഇരിപ്പുണ്ട്. കണ്ടോ, എല്ലാവരും കണ്ടോ, മേശയൊന്നുമില്ല. ഒരു പ്രത്യേക രീതിയിലുള്ള ഫുഡിങ്ങൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.